ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നോമ്പുകാലത്തിൻ്റെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവ് ഒരുക്കി തരുന്ന നിമിഷങ്ങളാണ് ഇങ്ങനെയുള്ള നിമിഷങ്ങളല്ല. അതിനെ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ഇടപെടൽ ലഭിച്ച വ്യക്തികൾക്കാണ് കൂടുതലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. കാരണം ഒരുവൻ്റെ ഉള്ളിൽ വിശുദ്ധ അഗസ്റ്റിനോസ്, നമുക്കറിയപ്പെടുന്ന ഒരു വിശുദ്ധരാണ്. അഗസ്റ്റിനോസ് പറഞ്ഞൊരു വചനമുണ്ട്: എൻ്റെ ആത്മാവ് ദൈവത്തിൽ വലയം പ്രാപിക്കുന്നതിനും വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. കാരണം ഈ ലോകത്തിലുള്ള ഒരു സുഖത്തിനും മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ആത്മാവിലുള്ള സന്തോഷത്തിന് ഒരിക്കലും തരാൻ, ആ ഒരു തൃപ്തി തരാൻ സാധിക്കില്ല. ദൈവത്തിനല്ലാതെ ഈ ലോകത്തിലുള്ള വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ അവസരങ്ങൾക്കോ ലോകത്തിലുള്ള സുഖഭോഗങ്ങൾക്കോ ഒന്നിനും ഒരു മനുഷ്യൻ്റെ ആത്മാവിന് യഥാർത്ഥ സമാധാനവും ശാന്തിയും കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം എന്താണ്? ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇത് നമുക്കറിയാം. വചനം പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച എന്തുവാണ്? ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതിൻ്റെ വചനം കൊണ്ട് ദൈവത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്നുണ്ടായി. കാണപ്പെടാത്തവയിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകം പറയുന്നു, കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്നുണ്ടായി. അപ്പോൾ ഏതാണ് ശ്രേഷ്ഠം? കാണപ്പെടുന്നതാണോ കാണപ്പെടാത്തതാണോ? ഇന്ന് നമ്മുടെയൊക്കെ യാത്ര എങ്ങോട്ടാണ്? കാണപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളുടെ പുറകെയല്ലേ ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം ലോകത്തെ സൃഷ്ടിച്ച് കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്നുണ്ടാക്കി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, സ്നേഹം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഈ സ്നേഹം ഈ ലോകത്തിലില്ലെങ്കിൽ ഈ നമുക്കൊരു നിമിഷം ജീവിക്കാൻ പറ്റുമോ? യാഥാർത്ഥ്യമല്ലേ സ്നേഹം എന്ന് പറയുന്നത്? ഇതേപോലെ ദൈവിക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, വചനത്തിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലേക്ക്, ആത്മീയമായിട്ടുള്ള തിരിച്ചുവരവിലേക്ക് വരാതെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, നീ ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് സോണിലാണ്. അതുകൊണ്ട് ദ റൈറ്റ് ടൈം ടു കം ബാക്ക് ടു ദ ലോർഡ്, തിരിച്ചു വരിക തമ്പുരാനിലേക്ക്. അതുകൊണ്ട് ആ ഒരു ചിന്തയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പത്രോസിനെ കുറിച്ച് തന്നെയാണ്. എനിക്ക് പത്രോസ്ലിയെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു അച്ഛനാണ്. പത്രോസ്ലിയുടെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതമാണ് ഒത്തിരി ബന്ധമുണ്ട്. എടുത്തുചാട്ടവും പിടിച്ചുപറിയും, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യ സ്വഭാവവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ തനി മനുഷ്യനായിട്ടൊക്കെ ജീവിച്ച ഒരു വിശുദ്ധനാണല്ലോ അപ്പസ്തോലൻ പത്രോസ്ലിഹ. നമുക്കറിയാം, യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം യേശു പോയി കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ പ്രാർത്ഥന എല്ലാം പോയി. പത്രോസ് പിന്നെ ലൗകികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. താൻ ഉപേക്ഷിച്ച വള്ളവും മലയൊക്കെ വീണ്ടും തിരിച്ചെടുത്ത് മീൻ പിടിക്കാൻ പോകുന്ന രംഗമാണ് നമ്മൾ. അതായത് പത്രോസ് സുവിശേഷം കാണുന്നുണ്ട്, 21-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ഈ വീണ്ടും യേശുവിനെയൊക്കെ മറന്ന്, അവൻ്റെ വചനമൊക്കെ മറന്ന് വള്ളവും വലയൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ തേടി ഈശോ വരുന്നുണ്ട്. ഒരിക്കൽ യേശുവിന് വേണ്ടി ജീവിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കൽ നീ യേശുവിന് വേണ്ടി നിൻ്റെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് നിന്നെ വിടത്തില്ല എന്നുള്ളൊരു ഉറപ്പാണ്. ആ കർത്താവ് കർത്താവ് ഇവിടെ ചിന്തിക്കാമായിരുന്നു, അവൻ ഇത്ര നാൾ എൻ്റെ പുറകെ നിന്നിട്ട് വീണ്ടും പഴയ പണിക്ക് പോലും അവൻ പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈശോ പ്രാതിലൊരുക്കി ഈ മീൻ പിടിക്കാൻ പോകുന്ന പത്രോസിനെ കാത്തിരുന്നു. നമുക്കറിയാം, രാത്രി യാമങ്ങളിൽ മുഴുവൻ മീൻ പിടിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാതെ തളർന്ന് അവശനായിട്ട് നിൽക്കുന്ന പത്രോസിൻ്റെ മനസ്സിൽ നിരാശ മാത്രമാണ്. ഈ നിരാശയിൽപ്പെട്ടിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പത്രോസിൻ്റെ വേദനയെ തിരിച്ചറിഞ്ഞ കർത്താവ് പത്രോസിന്, നിങ്ങൾക്ക് എന്ത് പറ്റി? ഉടനെ പത്രോസ് പറയുന്നു, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ യേശുവാണ്, നീ എന്തിനാണ് എന്നെ ഇട്ടിട്ട് പോയതെന്ന് ഈശോ ചോദിച്ചില്ല. അവൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള വേദനയാണ്, അവൻ്റെ ആഗ്രഹമായിരുന്നു മീനില്ല. ആ നിഷ്കളങ്കമായിട്ടുള്ള അവൻ്റെ ആഗ്രഹത്തെ നിഷ്കളങ്കമായിട്ട് സ്നേഹിച്ച കർത്താവ് പത്രോസിന് പറഞ്ഞു, മോനെ, നീ വലതുവശത്തേക്ക് വലയെറി, അവിടെ നിനക്ക് മീൻ കിട്ടും. ഒന്നും പറഞ്ഞു കേൾക്കുക. അവൻ്റെ ആരാണ് പറഞ്ഞൊന്നും, അവൻ്റെ മനസ്സിൽ മീൻ മാത്രമാണ് പത്രോസിൻ്റെ മനസ്സിൽ. ആ മീൻ മാത്രമുള്ള ആ ചിന്തയിൽ ഇരിക്കുന്ന പത്രോസ് അടുത്ത നിമിഷം ഈ കർത്താവ് പറഞ്ഞനുസരിച്ച്, ഈശോ എന്ന് പോലും അറിയത്തില്ല, ഈശോ പറഞ്ഞ സ്ഥിതിക്ക് മീൻ കിട്ടാൻ ആ ദാഹത്തോടു കൂടി അദ്ദേഹം വലയെറിയാണ്. അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കുന്നത്? വല നിറച്ച് ഒരിക്കൽ പോലും കാണാത്ത തരത്തിലുള്ള മത്സ്യത്തിൻ്റെ ഒരു കൂമ്പാരം ആ വലയിൽ കിട്ടുകയാണ്. ആ നിമിഷം പത്രോസിന് മനസ്സിലായി, ഇത് കർത്താവാണ്. നമ്മുടെ വേദനകളെ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നീ പാപാവസ്ഥയിലായിരിക്കാം, പക്ഷെ നിന്റെ ഹൃദയത്തിലുള്ള വേദനകളെയും ദുഃഖങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന ഇഷ്ടങ്ങളിലേക്ക് നിന്നെ നയിക്കാൻ നിന്റെ തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം പത്രോസിന് ദൈവം കൊടുക്കുകയാണ്. കർത്താവിൻ്റെ നിഷ്കളങ്കമായ ആ സ്നേഹത്തെ ഓർത്താണ് പത്രോസ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഇതെൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ് ചാടി. പിന്നെ ഒരിക്കൽ പോലും പത്രോസിന് വള്ളത്തിൻ്റെ മീനെക്കുറിച്ചോ ആ വള്ളത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടില്ല. അതേ സഹോദരങ്ങളെ, ഈ ഒരു നോമ്പുകാലത്തിൽ നിന്റെ ജീവിതത്തിന് കുറവുകളൊക്കെ ഉണ്ടാവും, വേദനകളുണ്ടാകും. പക്ഷെ ഇതിൻ്റെ നടുവിലും
നിന്നെ തേടി വരുന്ന കർത്താവ് നിൻ്റെ വേദനകളെയും നിൻ്റെ കുറവിനെ ഒപ്പിയെടുക്കാനാണ് വന്നിരിക്കുന്നത്. പത്രോസിൻ്റെ വേദനകളെയും കുറവുകളെ ഒപ്പിയെടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിക്കൊണ്ട് ഈശോ പത്രോസിന് മുമ്പിൽ നിന്നപ്പോൾ പിന്നെ പത്രോസിന് ഒന്ന് മാത്രമേ ഉള്ളൂ, യേശു മാത്രമാണ് ജീവിതത്തിൽ. അതെ, എനിക്കും നിനക്കും ഇതേപോലെ ജീവിതത്തിലെ എല്ലാം നമ്മുടെ ഏത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കർത്താവ് ഉത്തരം തരുന്നുണ്ടല്ലേ. എത്ര വേദനകളിലൂടെയും പ്രശ്നങ്ങളോടെ നമ്മൾ കടന്നുപോയി, അവിടെ എല്ലാം നമ്മൾ കർത്താവ് കൈപിടിച്ച് നടത്തി. ഈ നിമിഷം കർത്താവ് വീണ്ടും ആ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? അവൻ്റെ കൂടെ ജീവിക്കുക, അവൻ്റെ വിശുദ്ധമായിട്ടുള്ള അവൻ്റെ വചനത്തിന് അനുസൃതമായിട്ട് ജീവിക്കുക ഇന്ന് മുതൽ. അങ്ങനെ ഈ ഒരു നോമ്പ് കാലം കർത്താവിൻ്റെ വചനത്തിന് അനുസൃതമായി ജീവിച്ചുകൊണ്ട്, അവൻ്റെ കൂദാശപരമായ ജീവിതം നയിച്ചുകൊണ്ട്, അവൻ്റെ സഭയോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താം, ക്രിസ്തുവിനെ സ്നേഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.